രാമേശ്വരം കഫേയിലെ സ്ഫോടനത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഇതിനോടൊപ്പം തന്നെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. 8 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. നഗരം മുഴുവൻ സെൻട്രൽ ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറയുന്നത്. അദ്ദേഹവും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി G പരമേശ്വരിയും ഈ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. They are free to take any type of investigation which feels fit, and we are confident that they are going to take up this within a few hours. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഉഗ്ര ശബ്ദത്തോടു കൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു. ആദ്യം ഇതൊരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാകും എന്നുള്ള ഒരു നിഗമനമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പിന്നീടാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഈ ഹോട്ടലിനകത്ത് നിന്ന് ചില ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇതൊരു ആസൂത്രിത സ്ഫോടനമാണോ എന്ന നിലയിലേക്കുള്ള ഒരു സംശയം ബലപ്പെടുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഇതൊരു ആസൂത്രിതമായുള്ള സ്ഫോടനം ആണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ രാമേശ്വരം കഫേ എന്നുള്ളത് ബംഗളൂരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണശാലകളിൽ ഒന്നാണ്. നിരവധി ആളുകൾ ഈ കഫേയിലേക്ക് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടേക്ക് എത്താറുണ്ട്. ഉച്ചനേരമായതിനാൽ തന്നെ വലിയ തിരക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത്, അതായത് സെൽഫ് സർവീസാണ് ഇവിടെയുള്ളത്. ഭക്ഷണ കൗണ്ടറിന് തൊട്ടടുത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് തെറിച്ച് വീഴുകയും പെട്ടെന്ന് തന്നെ ചിതറി ഓടുന്ന ഒരു കാഴ്ചയൊക്കെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും നഗരത്തെ നടുക്കിയ ഒരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ തന്നെ ഈ ഉച്ച മുതൽ തന്നെ ഇത് ഗ്യാസ് പൊട്ടിയതാകാം എന്നുള്ള ഒരു നിഗമനം പോലീസ് പറഞ്ഞപ്പോൾ തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിലുള്ളൊരു ആസൂത്രിതമായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും തുടർന്ന് പോലീസ് നടത്തിയ ഫോറൻസിക് സംഘമൊക്കെ നടത്തിയ പരിശോധനയിലാണ് ഇതൊരു ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇതൊരു സ്ഫോടനമാണ് എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. ഏതായാലും അതിതീവ്രതയുള്ള സ്ഫോടനമൊന്നുമല്ല ഉണ്ടായത്, ചെറിയ ഒരു സ്ഫോടനം മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ബംഗളൂരുവിൻ്റെ മുൻകാല ചരിത്രം നോക്കിയാൽ ഇതിനു മുൻപ് ഏതാണ്ട് 10 വർഷം മുൻപ് ബംഗളൂരു നഗരത്തിൽ ചർച്ച് സ്ട്രീറ്റിലൊക്കെ സ്ഫോടനം ഉണ്ടായിരുന്നു. അന്ന് അതിന് തീവ്രവാദ ബന്ധമൊക്കെ സംശയിക്കപ്പെട്ടിരുന്ന കേസുകളാണ്. ഇത്തരത്തിൽ ഈ കേസിന് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. ഒരു ബാഗുമായി വന്ന ഒരാൾ അവിടെ എത്തി ഭക്ഷണം കഴിച്ചു, അതിനുശേഷം ആ ബാഗിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാഗിൽ എന്താണ് സ്ഫോടക വസ്തു ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. ഈ ബാഗുമായി എത്തിയത് ആര് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അയാളുടെ മുഖം ഇപ്പോൾ ഏതായാലും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും, കുറ്റക്കാരെ കണ്ടെത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് അതുപോലെ തന്നെ കർണാടക സർക്കാരും അറിയിക്കുന്നത്. ഏതായാലും നാളെയും ഇത് സംബന്ധിച്ച അന്വേഷണം തുടരും.